ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ വൃശ്ചിക കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. വൃശ്ചിക കൂറ് എന്ന് പറയുമ്പോൾ തന്നെ വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്ന ഒരു കൂറാണ് അല്ലെങ്കിൽ രാശിയാണ് വൃശ്ചികം എന്ന് പറയുന്നത്. ആ വൃശ്ചിക കൂറുകാർക്ക് 4-ാം ഇടത്തിൽ കണ്ടക ശനിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ശനി നിൽക്കുന്നുണ്ട്. 5-ൽ രാഹുവാണ് നിൽക്കുന്നത്. 7-ൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. 8-ൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. 9-ൽ സൂര്യനും 9-ൽ ബുധനും 10-ൽ സൂര്യനുമാണ് നിൽക്കുന്നത്. 10-ൽ സൂര്യൻ ബലവാനാണ്, അതായത് സ്വക്ഷേത്രത്തിൽ ചിങ്ങൻ രാശിയിൽ ബലവാനാണ്. 11-ൽ കേതു അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത്. 5-ൽ രാഹുവും ത്രികോണ സ്ഥാനത്തിൽ വളരെ ദോഷം ചെയ്യാത്ത ഒരു ഭാവം തന്നെയാണ് നിൽക്കുന്നത്. 7-ൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഗുണമാണ്. കണ്ടക ശനിയാണ് ഒരു ദോഷമായിട്ട് കാണുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, കണ്ടക ശനിക്കുള്ള പരിഹാരമാണ് ഇവിടെ പ്രത്യേകിച്ച് ചെയ്യേണ്ടത്. കണ്ടക ശനിക്കുള്ള പരിഹാരം തന്നെ പറയാം. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ കണ്ടക ശനിയുടെ ഒരു അഭാവമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക്, എള്ളുപായസം എന്നിവ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഈ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലെവലുകളിലെല്ലാം ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്ന ഒരു അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ധനാഭിവൃദ്ധി ഉണ്ടാവും, കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും, ഉദ്ദിഷ്ട കാര്യങ്ങൾ നേരെ വരുന്ന ഒരു സമയമാണ്. 10-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള ഗുണമേന്മകളും തൊഴിൽ പുരോഗതികളും വന്ന് ചേരുവാനുള്ള സാധ്യതയും പുതിയ സംരംഭങ്ങൾ തുടങ്ങി വെക്കാനുള്ള ഒരു അവസരങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു സമയം കൂടിയാണ്. ഗവൺമെന്റ് തലത്തിലുള്ള മേഖലകളിൽ വൻകിട നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഭവനയോഗം എല്ലാം വെച്ച് ഭവനത്തിന് പുതിയ സ്ഥലങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിൽ ഭവനം വെച്ച് നിർമ്മിക്കുവാനുള്ള സാധ്യതകൾ തുടങ്ങി വെക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഉള്ളത്. ഇപ്പോൾ തന്നെ പറയാം. കാരണം 4-ാം ഇടത്തിൽ ശനിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പരിഹാരം ചെയ്തിട്ട് വേണം ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. അതുപോലെ ഭവന യോഗത്തിന് നല്ല യോഗം കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും, ധനാഭിവൃദ്ധി ഉണ്ടാവും, ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാൻ കാര്യമുണ്ട്. ലോൺ സംബന്ധമായിട്ടുള്ള ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ലോണുകൾ, ബാങ്കുകൾ സംബന്ധമായിട്ടുള്ള ലോണുകൾ, അതുപോലെ വൻകിട സംബന്ധമായിട്ടുള്ള ലോണുകളെല്ലാം പാസ്സായി വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ഭാഗ്യ കടാക്ഷം തെളിഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. 8-ൽ ചൊവ്വ നിൽക്കുന്നത് കാരണം അനാരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. സഹോദര ബന്ധങ്ങളായിട്ട് ചിലപ്പോൾ ഉലച്ചകൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. അത് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുപോലെ ചില പുതിയ കൂട്ടുകെട്ടുകളെല്ലാം മൂലം ചില വിഷമഘട്ടങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. പഴയ കൂട്ടുകെട്ടുകൾ മൂലം ചിലപ്പോൾ തർക്ക വിഷയങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ചെറുത്ത് നിൽക്കണം. ഭൂമി സംബന്ധമായിട്ട് ഭൂമി വിൽക്കുവാൻ തയ്യാറായി നിൽക്കുന്നവർ കഷ്ടകാലം കൊണ്ട് ചിലപ്പോൾ കഷ്ടകാലം എന്ന് വെച്ച് പറഞ്ഞാൽ നിവൃത്തിയോട് കൊണ്ട് ചിലപ്പോൾ നഷ്ടത്തിൽ വിൽക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോൾ ചെയ്യണ്ട എന്നാണ് പറയുന്നത്. കാരണം 8-ൽ ചൊവ്വയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ദോഷം കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് കാണിക്കണം. പുതിയ ഭൂമിയെല്ലാം വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് കാലത്തേക്ക് നീട്ടി വയ്ക്കുന്നതാണ് നല്ലത്. പുതിയ ഭൂമികളെല്ലാം വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നേരത്തെ എഗ്രിമെൻ്റ് എല്ലാം ചെയ്തു വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ വിദേശ സംബന്ധമായിട്ട് വല്ല ജോലിക്കൊക്കെ തരപ്പെടുകയാണെങ്കിൽ അതിന് തുടക്കം കുറിക്കുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. അതിനുവേണ്ടി ധനമെല്ലാം കൊടുക്കുകയാണെങ്കിൽ ആൾജാമ്യത്തോടുകൂടി കൊടുക്കുകയാണെങ്കിൽ ഒരു യാതൊരുവിധ കുഴപ്പമില്ല. വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം ഈ രാശിക്കാർക്ക് നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ മാസം ഇവർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള മാസമാണ്. ചിങ്ങൻ രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ സെപ്റ്റംബർ മാസം ചിങ്ങൻ രാശിയിൽ കൂടിയാണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം മനസ്തൃപ്തി, മനസ്സങ്കടങ്ങളെല്ലാം മാറി. കുറച്ചു കാലം മനസ്സങ്കടങ്ങളും മറ്റുള്ള കാര്യങ്ങളും തടസ്സങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി നീങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കെല്ലാം കുറച്ച് വിഷമഘട്ടങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട്. വസ്ത്രമേഖലകൾ, വസ്ത്രലാഭം, വാഹന ലാഭം
ഭൂമി ലാഭമല്ല, വസ്ത്രലാഭം, വാഹന ലാഭം, വാഹനം വാങ്ങിക്കുക, പുതിയ വാഹനം വാങ്ങിക്കുവാനുള്ള യോഗങ്ങൾ, പഴയ വാഹനങ്ങൾ വാങ്ങിച്ച് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള യോഗങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ, ഒന്നല്ല അതിൽ കൂടുതൽ വസ്ത്രങ്ങൾ വാങ്ങിക്കുവാനുള്ള യോഗങ്ങൾ എല്ലാം കാണുന്നുണ്ട്. വസ്ത്രമേഖലയിൽ ഗംഭീര കുതിപ്പുകൾ ഉണ്ടാവാനുള്ളതാണ്ട്. പുതിയ വസ്ത്രമേഖല ബിസിനസ് എല്ലാം തുടങ്ങുന്നവർക്കാണെങ്കിൽ ഗുണമേന്മ ഉണ്ടാവാനുള്ള സാധ്യത സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. കടബാധയിൽ പെട്ട് കഴിയുന്നവർക്കെല്ലാം കടത്തിൽ നിന്നും മോചനങ്ങൾ നേടുവാനുള്ള സാധ്യതയുണ്ട്. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്കെല്ലാം ആൾക്കാണെങ്കിൽ ദേഹ സംബന്ധമായിട്ടുള്ള പുഷ്ടിയും ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളും മരുന്നുകളെല്ലാം ഫലം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മെഡിക്കൽ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർ, അതിപ്പോൾ ആയുർവേദമാണെങ്കിൽ, അലോപ്പതിയാണ്, ഹോമിയോപ്പതി ആണെങ്കിലും അവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളും വരുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട്. സന്താനങ്ങളെ അവരുടെ അഭിവൃദ്ധിക്കും ഐശ്വര്യക്കും വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന മൂലം കാരണം സന്താനങ്ങൾക്ക് തൊഴിൽ ലബ്ധിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നത് കാരണം മനസ്സിന് ആഹ്ലാദം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം സ്ഥാനമാന പദവികൾ കിട്ടുവാനും സ്ഥാനക്കയറ്റം കിട്ടുവാനും സ്ഥാനമാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് കിട്ടുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവർ തൊട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൊട്ട് മിലിറ്ററി ജവാന്മാർ, നാവികസേന എന്നിവയുള്ളവർക്കെല്ലാം കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളിക്ക് ചുവന്ന പട്ടും അതുപോലെ തന്നെ കഠിന പായസം, രക്തപുഷ്പാഞ്ജലി എന്നിവയെല്ലാം നടത്തുന്നത് മൂലം ആ ദോഷങ്ങളെല്ലാം കുറഞ്ഞു വരുവാനുള്ള സാധ്യത കുറച്ച് കാണുന്നുണ്ട്. മേലധികാരികളുടെ ചിലപ്പോൾ സഹാരങ്ങൾക്കെല്ലാം പാത്രമായി തീരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പക്ഷെ ഗവൺമെന്റ് ജോലി എടുക്കുന്നവർക്കെല്ലാം മേലധികാരികളുടെ അനുകൂലപരമായിട്ടുള്ള അഭാവങ്ങൾ കിട്ടുകയും അവരുടെ പ്രശസ്തിയും മറ്റുള്ള കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. പുതിയ തൊഴിൽ മേഖല തുറന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണമേന്മയുണ്ടാവും. ഹൈടെക് സംബന്ധമായിട്ടുള്ളതും IT മേഖലയിലും ഇലക്ട്രോണിക്സ് മേഖലയിലും ഇലക്ട്രിക് മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ മാസം ഗുണാനുഭവങ്ങൾ കണ്ടു തുടങ്ങും എന്നാണ് പറയുന്നത്. കണ്ടു തുടങ്ങി അവിടെ നിന്ന് ഡെവലപ്പായി വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്ന് തന്നെ തീർത്ത് പറയാം. അനിഴ നക്ഷത്രക്കാർക്ക് ഏകദേശം കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് എന്ന് സമ്മതിച്ച് തന്നേ പതിയാവുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം അത് അനുഭവിച്ച് വന്നിട്ടുള്ളവരായിരിക്കും എന്നറിയാം. അത് കാരണം കൊണ്ട് അതിൽ നിന്ന് മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യത ഈ മാസം തൊട്ട് ഉണ്ടാവും എന്നതിൽ യാതൊരുവിധ തർക്ക വിഷയമില്ലാത്ത കാര്യമാണ്. അത് അവർ അനുഭവിച്ചറിയുന്ന സമയത്ത് അത് അനുഭവത്തിലൂടെ വരും എന്നാണ് പറയുന്നത്. അത് കാരണം തന്നെ അത് ആ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ അവർക്ക് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവും. നാട്ടിൽ വന്ന് വിദേശത്തിൽ നിന്നല്ല നാട്ടിൽ വന്ന് താമസിക്കുവാനുള്ള യോഗങ്ങളുണ്ടാവും. അതുപോലെ തന്നെ കുറേ കാലമായി വിദേശത്തിൽ കഴിയുന്നവർക്കെല്ലാം അവിടെ നിന്ന് പോരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വരാൻ പറ്റുന്ന സമയമാണ്. കാരണം 4-ൽ കണ്ടകസേന നിൽക്കുന്നത്. അത് കാരണം തന്നെ വിദേശ രാജ്യത്ത് നിന്ന് സ്വദേശ രാജ്യത്തേക്ക് വരുവാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ മലകളും കാടുകളും കയറി ഇറങ്ങാനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള യാത്രകൾ കൊണ്ടും ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലകൾ കൊണ്ടും പുരോഗമനം വരുന്നുണ്ട്. ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സേനാധിപത്യം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ സൂക്ഷ്മത്തോട് കൈകാര്യം ചെയ്യണം. അതേസമയത്ത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും അവരെ അറിയിക്കുന്ന സ്ഥാനമാന പദവികളും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നേട്ടങ്ങൾ കൊയ്തു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ വിജയിക്ക് വരുവാനുള്ള സാധ്യതകളും അവർക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നേട്ടങ്ങൾ കണ്ടുവരുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും കണ്ട്. ചെറുകിട വ്യവസായികളും ചെറുകിട തൊഴിലാളികളും ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം പുരോഗമന പാതയാണ് കാണുന്നത്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇവർക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം തൊട്ട് ഗുണപരമായിട്ടുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടാവും. എന്താണ് ഇങ്ങനെ പറഞ്ഞു വിചാരിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഗുണം വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ദോഷം വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഗുണം വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ദോഷം വരുന്നു, ഇങ്ങനെ വന്ന് കയറി ഇറങ്ങുന്ന ഒരു സ്വഭാവം ഈ രാശിക്കാർക്കുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. എന്നിരുന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് വലിയൊരു കുഴപ്പമുണ്ടാവില്ല. കണ്ടകസേനയുടെ അഭാവം തന്നെയാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു വന്നു. അത് പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ദോഷം ഫുള്ളായിട്ട് കുറയില്ല, കുറഞ്ഞു വരും. അത് ആശ്വാസം കിട്ടുമെന്നാണ് പറയുന്നത്. 150% ദോഷം കുറഞ്ഞു വരും. അപ്പോൾ വ്യാഴത്തിൻ്റെ ആ ഇഷ്ടസ്ഥാനം പൂർണ്ണമായിട്ട് 100% കിട്ടാനുള്ള അനുഗ്രഹം ഉണ്ടാവും. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും, ദൈവാധീനം ഉണ്ടാവും, ഭാഗ്യകടാക്ഷങ്ങൾ ഉണ്ടാവും
എന്നൊക്കെയാണ് പറയുന്നത്. ഭാഗ്യവടാത്ത ധനം തന്നെ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതയെല്ലാം വന്നിട്ട് തീർക്കാവുന്ന ഒരു കാര്യമുള്ളൂ. കടബാധ്യത പിടിച്ച് ചേർത്ത് നിൽക്കാൻ പറ്റും എന്ന് തന്നെയാണ് പറയുന്നത്. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കേതുവാണ്. അത് കാരണം കൊണ്ട് തന്നെ ധനാഭിവൃദ്ധി, ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. വാഹന ലാഭമുണ്ട്, വസ്ത്രലാഭമുണ്ട്, എല്ലാം ഉണ്ട്. ഇവർക്ക് ഉചിതപരമായിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ 14, 15, 16, 17, 18 എന്നീ 4 ദിവസങ്ങൾ അല്ലെങ്കിൽ 5 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ സമയത്ത് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുവാൻ പറ്റിയ സമയം. ഭാഗ്യ ദിവസം കൂടിയാണ് ഈ ദിവസങ്ങൾ. പിന്നെ അത് വിട്ട് കഴിഞ്ഞാൽ 26, 27, 28, 29, 30 അങ്ങനെ 5 ദിവസമാണ്. അതും ഗുണകരമായിട്ട് ഭാഗ്യദോഷപരമായിട്ടുള്ള ദിവസങ്ങളാണ്. ദോഷ ദിവസങ്ങൾ പറയുന്നത് 23, 24, 25, 26 4 ദിവസമാണ്. ആ ദിവസങ്ങളിൽ ഗുണപരമായിട്ടുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇടപെട്ട് നിൽക്കാതിരിക്കുക, ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, മനസ്സിന് വിമിഷ്ടപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, പിണക്കങ്ങളും ദേഷ്യങ്ങളും കാണിക്കാതിരിക്കുക. അതുപോലെ തന്നെ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഒരുപാട് സാധ്യതയുണ്ട്. അതെല്ലാം ഇത് കാരണം കൊണ്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളും ലാഭങ്ങളും ഈ മാസം പ്രതീക്ഷിക്കാം. നമസ്കാരം.